സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാൻ അതിരാവിലെ വന്നിരിക്കുന്ന ഒരു കമ്പിക്കോളുമായിട്ടാണ്. കമ്പിക്കോൾ എന്ന് പറഞ്ഞാൽ വികാരക്കോൾ എന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വഴി തെറ്റി നടക്കുന്ന കുറേ ഞരമ്പ് രോഗികളായ ടീമുണ്ടല്ലോ, ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റൽ, അതിൻ്റെ പേര് ഇതിൽ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ നേഴ്സായിട്ട് ഒരുത്തൻ സൊള്ളുവാണ്, പഞ്ചായത്തടിക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ഇത് രണ്ടാഴ്ച മുമ്പുള്ളതാണ്. എനിക്ക് ഇന്നലെയാണ് ഇത് ഞാൻ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ്. കാരണം എന്താ, ഇത് ഒരു യൂട്യൂബർ തന്നെ ഇട്ടാണ്. ആ യൂട്യൂബർ ചിലപ്പോൾ വലിയൊരു പഞ്ചാമൃതം പോലെ. കാരണം വെച്ചാൽ എന്തായാലും ഒരു 2 ലക്ഷം രൂപ, അല്ല 2 ലക്ഷം കാഴ്ചകളുടെ മുകളിലുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കമ്പിക്കോട് കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല. ഇങ്ങനത്തെ ഒരുപാട് ഈ ആളുകളാണ് ഈ സമൂഹത്തെ തെറ്റിച്ചത്, ഈ പിന്നെ അലങ്കോലമാക്കി നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതുതലമുറയെ കുട്ടികളിലും ഇങ്ങനെയുള്ള ഈ ദുഷ്ചിന്താഗതി വളർന്നു വരുവാൻ ഉള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് വിളിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ റീച്ച് കിട്ടാനായിട്ടാണല്ലോ ഇങ്ങനത്തെ പല വൃത്തികളും പല കമ്പിക്കോളും ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല യൂട്യൂബേഴ്സും ഇത് ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം. കാരണം ഇങ്ങനെയുള്ള ഇത് ഒന്നും കാണാൻ പാടില്ല. ഇപ്പോൾ ഈ കോളേജിലും ഒക്കെ സ്കൂൾ കുട്ടികളിലൊക്കെ ഈ മൊബൈലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെയാണ് കാണുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു, ഒരു ആൽബത്ത് അത് ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം. കാരണം അത് നല്ല രീതിയിൽ നാട്ടിലുള്ള 3 ജനങ്ങൾ ഇവരെ വഴിതെറ്റിക്കാതെ സുരക്ഷിതമായിട്ട് ആ പെൺകുട്ടീനെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു ആൽബമാണ്. അതിനെപ്പറ്റി ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ അങ്ങനത്തെ ആൽബമൊക്കെ ചെയ്യണം. ഇതുപോലുള്ള കമ്പിക്കോൾ, വെടിക്കോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിക്കുക. സിസ്റ്റർ ഉറങ്ങിയോ? അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നേഴ്സാട്ടോ, അല്ല പള്ളിയിലത്തെ സിസ്റ്ററല്ല. അപ്പം അവരിങ്ങനെ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് ഗൾഫിലാണ്, ഒരു മകളുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവൻ അവിടെ കേബിളിൻ്റെ വർക്കിന് വന്നവനാണ്. ഇവൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. അങ്ങനെയാണ് ഈ നേഴ്സുമായിട്ട് പരിചയപ്പെടുന്നതും അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നതും. സുമ എന്ന് പറയുന്ന ഒരു 2-3 നേഴ്സുമാരുണ്ട്. അതിൽ ഒരു സുമയാണിത്, ഈ പാലോട്ട് നിന്ന് വരുന്ന സുമയാണ്. ഈ സുമയോട് മാത്രമേ ഇവന് സംസാരിക്കുള്ളൂ. മറ്റുള്ള സുമകളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സുമയായിട്ടാണ് ഇവൻ ലൈൻ അടിക്കുന്നതും ലൈനായതൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ മാത്രമേ കേൾക്കാറുള്ളൂ. പക്ഷേ വീഡിയോ എന്ന് പറയുമ്പം അതിൽ വെറുതെ ഈ സ്ഥലങ്ങളുടെ ഒരു കാട്ടുപ്രദേശത്തിൻ്റെ ഒരു വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ലാതെ അതിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. എന്തായാലും അത് കാണാം. അതൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡ് ഗൾഫിലാ. ഓ ശരിയാ. ഒരു മോളുണ്ട്, 10 വയസ്സായി. സുഖമായിട്ടിരിക്കുന്നു. ഇയാളോ? അല്ല, കല്യാണമൊന്നും കഴിഞ്ഞില്ല. ഞാൻ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ലീവില്ല, എനിക്ക് 1 മാസത്തെ ലീവേ ഉള്ളേ. അപ്പൊ എന്തെങ്കിലും ഒരു പെണ്ണിനെ കണ്ടൊക്കെ ഉറപ്പിച്ച് വെച്ചേച്ച് പോവാമെങ്കിൽ അടുത്ത ലീവിന് വരുമ്പോ കെട്ടാവല്ലോ. ഉറപ്പിക്കാൻ വന്നാണോ? എല്ലാം സെറ്റിലാക്കി വെക്കാൻ വന്നാലേ? എല്ലാം സെറ്റിലാക്കി വെക്കാവല്ലോ. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം അതങ്ങനെ പഴയ മൊബൈൽ വീട്ടിൽ കിടന്ന് നോക്കിയപ്പോഴാ ഇങ്ങനെ ഫോൺ നമ്പർ തരണം. ഞാൻ വിളിച്ചു നോക്കാം. പിന്നെ ടേബിളിലൊക്കെ പോകാറുണ്ടോ? ഞാൻ എന്റെ ഇടയ്ക്കൊന്ന് പോയായിരുന്നു. ഒരാഴ്ചയാളെ വന്നിട്ട് എന്റെ ഇടയ്ക്കൊന്ന് 2 സുഹൃത്തുക്കളെ പോയി കാണാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ ഇപ്പൊ ആരും ഇല്ലല്ലോ ഇവിടെ ജംഗ്ഷനിലൊന്നും. ഇപ്പൊ ആരും ഇല്ല, അന്നത്തെ കൂട്ടൊന്നുള്ള ആരും ഇല്ല. ഓരോരുത്തരുടെ വഴിക്ക് പോയി. വേറെ എന്തുവാ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സിസ്റ്റർക്ക് എന്തുണ്ട് വിശേഷം? ഹസ്ബൻഡ് എത്ര ആളായി പോയിട്ട്? ഹസ്ബൻഡ് ഇപ്പൊ ഒരു വർഷമാകുന്നു പോയിട്ട്. ഉടനെയാണ് വരവുണ്ടോ? ഉടനെയൊന്നും വരവില്ല, ലീവൊക്കെ ആയിട്ടൊക്കെ ഇനി. ശരിയാ, വരാമെന്ന് പറഞ്ഞിട്ടില്ല. വരും, എന്നാ വരുന്നതെന്ന്. പിന്നെ ഒരു സമയം കിട്ടുമ്പോ, ലീവ് കിട്ടുമ്പോ മുന്നറിയിപ്പൊന്നുമില്ല, എത്തും. സ്വഭാവം. പിന്നെ ഇങ്ങനൊക്കെ പോകുന്നു, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. വിളിയൊക്കെ ഉണ്ടോ ഹസ്ബൻഡിന്റെ? വിളിക്കും. വിളിയൊക്കെ കുഴപ്പമൊന്നുമില്ല, വിളിച്ചേക്കും. ഹസ്ബൻഡ് സൗദിയാണോ? ഹസ്ബൻഡ് അല്ല, ഇപ്പൊ മസ്കറ്റിലാ.
സിസ്റ്ററിനെ കൂടെ അവര് പേപ്പർ വല്ലതും ഒപ്പിച്ച് അവിടെ വേക്കൻസി ഒന്നും ഇല്ലേ? ഇവിടെ മോളും ഒക്കെ ഇല്ലേ, ഇനിയിപ്പം ആ മോളുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ, എങ്ങനെ പോകാനും പറ്റും. നമ്മള് തന്നെ പോകുന്നത് എങ്ങനെ? വരത്തില്ല, ഇത് വരുമ്പോ കാണാം, അല്ലാതെ. പിന്നെ എല്ലാം ഉറച്ചോക്കെ എല്ലാം പെണ്ണൊക്കെ പോയി കണ്ടോ? ഇല്ല, കണ്ടില്ല. രണ്ടുപേരത്തൊക്കെ പറഞ്ഞ്. അപ്പൊ അവിടെ കിളിമാനൂരങ്ങാണ്ട് ഒരു പെണ്ണ് നിപ്പോ ഉണ്ട്, പഠിച്ചോണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഒരു ബ്രോക്കർ വന്ന് പറഞ്ഞ്. ഇപ്പൊ പിന്നെ ഈ ബ്രോക്കർമാരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. കാശ് മേടിച്ചോണ്ട് പോയാ പിന്നെ തിരിഞ്ഞു കറത്തില്ല. പോയത് കാണാഞ്ഞെന്താ? അല്ല, ഗ്രഹനിലയം കൊണ്ട് പോയി. ഇനി അത് നോക്കി വെച്ച് ചേരുമെങ്കിൽ പോയാ മതിയല്ലോ. 30 വയസ്സായില്ലേ, ഇനി എന്നാ അത് പറഞ്ഞിട്ട് ഒറ്റ നടത്തിയിട്ട് പോകും. ഞാൻ പിന്നെ വന്നിട്ട് നീയൊക്കെ എന്നാ? ഇപ്രാവശ്യം പറ്റത്തില്ല സിസ്റ്റർ, 1 മാസമേ ഉള്ളൂ. നീ എല്ലാം കണ്ടുറച്ചപ്പോ നടത്താനാ. എല്ലാം ഉറപ്പിച്ചേ, ഒരു നിശ്ചയത്തിന് വളയ വല്ല ഇട്ടേച്ചൊക്കെ പോവാങ്കിലേ അതെവിടെങ്കിലും പോയി കണ്ട്. അങ്ങനെ 1-2 പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഒരു പെണ്ണിന്റെ വല്ല ഗ്രഹനില കൊണ്ടുപോയി നോക്കിച്ചേച്ച് നാളെ മറ്റന്നാൾ അങ്ങോട്ട് വരും. അപ്പൊ ചേരുവാണെങ്കിൽ പോയി കണ്ടാ മതിയല്ലോ. ഇല്ല പിന്നെ വെറുതെ എന്തിനാ നമ്മള് പോയി അവരുടെ ചായ കളയുന്നേ. പിന്നെ ഇപ്പൊ എവിടെ ഞങ്ങൾ താമസിക്കുന്ന? എവിടെ? ഞങ്ങളാ കിളിമാനോ കിഴക്ക് തന്നെ, നേരത്തെ താമസിച്ചെടുത്ത് തന്നെ. അവിടെ തന്നെ? നേരത്തെ താമസിച്ചെടുത്ത് തന്നെ. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വാ. വരാം, ഞാനാ ഇവിടെ കയറി വരാം. ഞാനല്ല വീട്ടിലോട്ട് വരാം. സിസ്റ്ററിന്റെ ഹോസ്പിറ്റലിൽ വന്നാൽ സിസ്റ്റർക്ക് ബിസി ആയിരിക്കത്തില്ലേ? വീട്ടിലോട്ട് വന്ന് എപ്പം എന്ന് വരും? ഞാൻ വിളിച്ചേച്ച് വരാം. സിസ്റ്റർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ എനിക്കിപ്പോ ഓഫ് സൺഡേ ഓഫാ. നിങ്ങൾക്കെന്താ വിളിച്ചാ മതി. വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ലീവ് എടുക്കാം. വീട്ടിലാരും കാണത്തില്ലേ? വീട്ടിൽ അമ്മയൊക്കെ ഇല്ലേ? അമ്മയൊന്നും കുഴപ്പമില്ല. ഞാൻ വിളിച്ചേച്ച് വരാം. നമുക്ക് ആ പഴയ ബന്ധമൊക്കെ ഒന്ന് പുതുക്കാം. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ മറക്കാൻ പറ്റൂല്ലയോ? അതല്ലേ പറഞ്ഞേ. എനിക്ക് ജയപ്രകാശ് മാത്രം പറ്റിയില്ല കേട്ടോ. വേറൊരു ജയപ്രകാശ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക്. 2 വർഷമായില്ലേ? അതെ. എന്റെ കയ്യിൽ നമ്പരൊക്കെ അങ്ങ് പോയി കേട്ടോ. ഫോണൊക്കെ മാറിയപ്പോഴത്തേക്കിനെ. അതുമല്ല, പിന്നെ ഞങ്ങളെ ആവശ്യമില്ലല്ലോ. മറ്റേത് അങ്ങനെ അല്ലായിരുന്നല്ലോ. എവിടെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാ പെട്ടെന്ന് പ്രകാശേ ഇവിടെ പടം ഇല്ല, പടം പോയി, കറണ്ട് പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെ വിളിക്കണം? പിന്നെ നമ്മളെ ആവശ്യമില്ലാതെ വന്നപ്പോ ഫോണും പോയി, എല്ലാം പോയി. വിളിച്ച നമ്പർ കിട്ടിയല്ലോ, നമ്പർ കിട്ടി തപ്പിയെടുത്തല്ലോ. എന്തായാലും ആ നമ്പർ കിട്ടിയത് കാര്യമായി. അപ്പൊ ഞാനൊരു ദിവസം വിളിച്ചേച്ച് വരാം കേട്ടോ. എന്നാ? എന്ന് സിസ്റ്ററിന്റെ സൗകര്യം പോലെ. വിളിക്ക. എന്നാ ലീവ് കിട്ടുന്നേ? ലീവ് സൺഡേ അല്ല, ലീവ് ഉണ്ടാവതിയോ അല്ലേ? അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് എടുക്കാം. കുഴപ്പമൊന്നുമില്ല. സൺഡേ വന്നാൽ എല്ലാരും കാണത്തില്ലേ? ഉച്ചയൊക്കെ കാണത്തില്ലേ? നമ്മക്കൊരു പ്രൈവറ്റ് കിട്ടത്തില്ലല്ലോ. അതെന്നാ ഞാൻ വിളിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ സിസ്റ്റർ എന്തെങ്കിലും ഒരു ലീവ് എടുത്തോണ്ടേ അതിന്റെ തലേന്ന് അങ്ങാണൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ. ഇനി ഞാൻ വരുന്നെന്നും പറഞ്ഞൊന്നും ഒരുക്കി വെക്കൊന്നും വേണ്ട. അല്ല, വല്ല ഒരുക്കും മറ്റൊന്നും വേണ്ട. കപ്പ മേടിക്കാം. കപ്പയും മേടിച്ചൊരു താറാവിനെ മേടിച്ചു നോക്കി. തിരക്കി പോകാനൊന്നും എനിക്ക് വയ്യ. ഞാൻ ചുമ്മാതെ പറഞ്ഞത്. കഴിക്കുന്നതിലേക്കെന്താ നമുക്കൊന്ന് കാണാമല്ലോ അല്ലേ? അതല്ലേ 2 വർഷമായില്ലേ നമ്മള് കണ്ടിട്ട്. അതാ ഇപ്പൊ ഒരുപാട് വണ്ണം വെച്ച് കാണുമല്ലോ നിങ്ങള്. പെണ്ണുങ്ങള് പോകാൻ വെച്ചപ്പോ ഒരുപാട് വണ്ണമൊക്കെ വെച്ചോ അന്നത്തെ? വണ്ണമൊന്നും വെച്ചൊന്നുമില്ല. ഞങ്ങൾ ഡയറ്റിങ്ങിലൊക്കെയാണ്. അപ്പൊ ഒരുപാട് വണ്ണമൊന്നും ശരിയാവും. പെണ്ണുങ്ങളാകുമ്പം ഇച്ചിരി വണ്ണമൊക്കെ വേണം, എന്നാലും കാണാനൊരു എടുപ്പുള്ളൂ. ആവശ്യത്തിനുള്ള വണ്ണം ഉണ്ട്. പിന്നെ ഇനി ഞാൻ ആവശ്യത്തിന് കഴിക്കഴിഞ്ഞാൽ അല്ല, അന്നത്തെ കൂട്ടല്ലേ ഉള്ളു. ഒന്ന് തോത്തടിയായിരുന്നു അല്ലല്ലോ. അല്ല, ഓവർ തടി വേണ്ട. അന്നത്തെ അടിയുണ്ട്, എന്നാലും ഞാൻ ചോദിച്ചത്. സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോ കേറി അങ്ങ് ഭൂഷണിക്കത്തില്ലേ, അതുകൊണ്ട് പറഞ്ഞേ. ആണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങൾ തടി വെച്ചിരിക്കണോന്ന്? പിന്നെ അങ്ങനൊന്നുമില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് തടിയൊക്കെ ഉള്ള പെണ്ണുങ്ങളാ.
അതാ തടി തടി എന്ന് പറയുന്നത്. ഉം. ഇതൊക്കെ തടിയൊന്നും മതി വേണ്ട. വേണ്ട, ഉള്ള തടി മതി. നമുക്കുള്ള തടി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം സിസ്റ്റർ. അത് മതി അത് മതി. അപ്പൊ ശരി, എന്നെ എന്നാ ലീവെന്ന് പറഞ്ഞാൽ നീ നമ്പർ സേവ് ചെയ്തിട്ടു കേട്ടോ. ആ ഞാൻ വിളിക്കാം. എന്ന് വിളിച്ചത് തലേന്ന് വിളിക്കണം. ആ ആ. ഞാൻ പോയി പെണ്ണിനെയൊക്കെ കാണാത്ത പെട്ടെന്നൊക്കെ. ആ ഇന്നിപ്പോ നാളെ മറ്റന്നാളെ പോവും. ഞങ്ങൾക്കൊരു ഊണൊക്കെ താ. പിന്നെ കൊള്ളാം, മുമ്പേ വിളിക്കുന്ന സിസ്റ്റർ ആയിരിക്കും. അല്ല എന്നും ഇങ്ങനൊക്കെ നടക്കാതെ. ആ അത് ശരിയാ. ലീവിന് വരുമ്പോ ഇങ്ങനെ നമ്പർ തട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിങ്ങനെ നടക്കാതെ ഒരു പെണ്ണൊക്കെ കെട്ടി ഞങ്ങളിവിടെ നോക്കണോ? നോക്കിക്കോ, പിന്നെ അവിടെ നോക്കിക്കോ. നോക്കാവുന്നേ നോക്കാം. പിള്ളേരൊക്കെ ഉണ്ട്. കല്യാണത്തിന് മുമ്പ് എന്നെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് പഠിപ്പിച്ച് തരണേ. അതൊക്കെ കൊള്ളാം, നമുക്ക് പറയണോ? എല്ലാം രീതി തന്നെയാണ് പഠിപ്പിച്ചെന്നാ മതി. പഠിപ്പിക്കൊന്നും അറിയാത്ത ആള് പിന്നെ അല്ല എന്നാലും പഠിപ്പിക്കുന്ന ആളാ പോയേ എഴുന്നേറ്റ്. അത് നമുക്ക് അറിയാൻ വയ്യാത്തൊക്കെ സിസ്റ്റർ ഒന്ന് പഠിപ്പിച്ചാൽ മതി. നമുക്ക് കളിയാക്കുന്നില്ലേ? അല്ല എനിക്ക് അറിയാൻ വയ്യാത്തതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണേ. അറിയാൻ വയ്യാത്ത എന്തോ ഉണ്ടെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയാ. എന്തായാലും നമുക്കൊന്ന് വന്ന് നല്ലൊരു ഇതിലൊന്ന് പഠിക്കാം. അപ്പൊ ശരി, എന്നാ വിളിച്ചാ മതി. ശരി ശരി ഓക്കെ. കണ്ടില്ലേ, ഇതാണ് വീഡിയോ. കാരണം ഇവരുടെ വോയിസ് മാത്രം കേൾക്കാം. കാരണം അതിൽ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ ആ പ്രദേശം ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ ഇവരെ രണ്ടാളെയും കാണിക്കുന്നില്ല. അത് കരുതിയിട്ടാവും ആൾക്കാർ കാണാൻ നിൽക്കുന്നത്. പക്ഷേ അത് അങ്ങനെ വിചാരിച്ച് കാണാൻ നിന്ന് കഴിഞ്ഞാൽ കാണാതെ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോയിസ് മാത്രമേ ആ വീഡിയോസിൽ കാണുന്നുള്ളൂ. കണ്ടില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സമൂഹത്തിലൊക്കെ ഈ അരങ്കൊല ഉണ്ടാക്കുന്നത്. കാരണം ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതോ 2-3 കൊല്ലം മുമ്പ് ഉള്ളതാണ്. എന്നെ അറിയത്തില്ല, ഞാൻ അവിടെ മഠത്തിൽ ഹോസ്പിറ്റലിൽ കേബിൾ പണിക്ക് വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ. കാരണം ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇടാനൊന്നും നമുക്കുള്ള ഇതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. യൂട്യൂബ് അടിച്ചു പോകണമല്ല, നമ്മൾ വേറൊരു പിന്നെ വേർഷൻ ഒരു വീഡിയോ ആയാലും ഓഡിയോ ആയാലും കട്ട് ചെയ്ത് ഇടുമ്പോൾ നമ്മളതിൻ്റെ ഫുള്ളായിട്ടൊന്നും കേൾപ്പിക്കുന്നില്ല. അങ്ങനെ നമുക്കത് വേറൊരാളുടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വീഡിയോ ഒരു ഇതുണ്ട്, നമ്മുടെ കേൾക്കേണ്ട ഭാഗം മാത്രം കേൾപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകളാണ് ഇവനെയൊക്കെ എന്താ വെച്ചാൽ വെടിവെച്ച് കൊല്ലുവാണ് വേണ്ടിയത്. രാത്രി 12 മണിക്ക് 1 മണിക്ക് വിളിച്ചിട്ട് കമ്പിക്കോള് ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കാണാമല്ലോ കമ്പിക്കോള്. കാരണം ഇതൊക്കെ കുട്ടികളും മുതിർന്നവരും തുറന്നു നോക്കുന്നതാണ്. ഒരുപാട് ആളുകൾ തുറന്നു നോക്കുന്നതാണ്. വയസ്സായവരും വയസ്സാകാത്തവരൊക്കെ തുറന്നു നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ വൃത്തികേടൊക്കെയാണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ചെയ്യുക? ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം ആദ്യം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. ഇവനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ഇടണം. അതിന് പറ്റുന്നൊരു നേഴ്സും. അവൾക്ക് അവിടെ ഭർത്താവ് ഗൾഫിലാണ്. അവൾ കുറച്ചുകൂടി സുഖമാണ് ഇത് സംസാരിക്കാനൊക്കെ. ഇത് ഏതെങ്കിലും എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കും കൂടി ഒരു ഭക്ഷണം താന്ന് പറഞ്ഞാൽ കല്യാണ സദ്യ തരുന്നില്ല, ഇവൻ കല്യാണം കഴിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അവൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കാം. അപ്പോൾ ഈ നേഴ്സ് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കിയാലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏതോ കാലത്തൊക്കെയാണ് സംഭവം. ഇപ്പോഴും അവൻ ആ നേഴ്സിൻ്റെ നമ്പർ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അവർ തമ്മിൽ അപ്പോൾ പരസ്പരം സംസാരം ഉണ്ടാവും. പക്ഷേ ഇത് ചാറ്റ് പുറത്തായത് ഇപ്പോൾ ഈ യൂട്യൂബിൽ കൂടിയാണ്. ഏതൊരു യൂട്യൂബറാണ്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അയാളിത് വലിയ പഞ്ചാമൃതം പോലെ ആവും ഇത് കൊണ്ട് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പിന്നെ ഇങ്ങനത്തെ ഈ കമ്പിക്കോട് കേൾക്കാൻ താല്പര്യമുള്ള ഞരമ്പ് രോഗികൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ 2 ലക്ഷം വ്യൂസിന് മുകളിൽ ഇപ്പോൾ പോയിട്ടുണ്ട് അതിന്. മനസ്സിലായി? 2 ആഴ്ചയായി. വേറൊരു വീഡിയോ ആണെന്ന് ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ കാണണമെന്നില്ല. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ.